ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒരു സംഭവമാണ് അറിയാൻ പോകുന്നത്. അമേരിക്കയിലെ ഉത്ത എന്ന സ്ഥലത്ത് ഒരു മിഡിൽ ക്ലാസ് കുടുംബം താമസിച്ചിരുന്നു. മിഡിൽ ക്ലാസ് എന്ന് പറയാൻ കഴിയില്ല, ബിലോ മിഡിൽ ക്ലാസ് എന്ന് പറയാം. ആ കുടുംബത്തിൽ ഇസബെല്ല എന്ന സുന്ദരിയായ ഒരു ചെറിയ കുഞ്ഞ്. അച്ഛന്റെ പേര് ഫിലിപ്പ്, അമ്മയുടെ പേര് പെട്രീഷ്യ. ഇവരുടെ കുടുംബം അത്രത്തോളം സമ്പന്നമല്ല. ആഡംബരമായി ജീവിക്കാൻ കഴിയാൻ പണമില്ല എങ്കിലും അന്നന്ന് ജീവിക്കാൻ ആവശ്യമായ ചെറിയൊരു ജോലിയുണ്ട്. അതിൽ നിന്നും കിട്ടുന്ന പണം ഉപയോഗിച്ച് അവർ എത്രത്തോളം സന്തോഷമായിരിക്കാൻ കഴിയുമോ അത്രത്തോളം നന്നായി ജീവിതം ആസ്വദിക്കുന്നു. എന്നാൽ ഈ ഒരു സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. കാരണം ഇസബെല്ല ജനിച്ച് 3 വയസ്സായപ്പോൾ തന്നെ അവളുടെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി. അതാണ് അതുവരെയും ആ വീടിനുള്ളിലെ എല്ലാ ജോലികളും ഓടി ഓടി ചെയ്തുകൊണ്ടിരുന്ന ഇസബെല്ലയുടെ അമ്മ പെട്രീഷ്യയ്ക്ക് പെട്ടെന്ന് ശാരീരികമായി പല സിംറ്റംസ് ഉണ്ടാകാൻ തുടങ്ങി. ശാരീരിക നില മോശമാകാൻ തുടങ്ങി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അതുവരെയും നല്ല രൂപത്തിലായിരുന്ന അവളുടെ അമ്മയുടെ ശരീരം പതിയെ പതിയെ മെലിയാൻ തുടങ്ങി. ഒരു രോഗബാധിതയെ പോലെ തോന്നാൻ തുടങ്ങി. ഇത് കാണുന്തോറും ഭർത്താവായ ഫിലിപ്പിനായാലും മകൾ ഇസബെല്ലയ്ക്കായാലും വല്ലാത്തൊരു ദുഃഖം. ഇനി നമ്മൾ കാത്തിരുന്നാൽ ശരിയാകില്ല. എന്താണെന്ന് അറിയാനായി ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പോയപ്പോഴാണ് അവർക്ക് തന്നെ മനസ്സിലായത് നേരത്തെ കൊണ്ടുവരാമായിരുന്നു എന്ന്. അവൾക്ക് വന്നത് സാധാരണ രോഗമല്ല, ക്യാൻസർ ആയിരുന്നു. ഇത് പരിശോധനയ്ക്ക് ശേഷം മനസ്സിലായി. ഈ ഒരു ക്യാൻസർ കാരണം അതുവരെയും കുറച്ച് പണം കിട്ടിയെങ്കിലും സന്തോഷമായി ജീവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കുറച്ച് പണം പോലും അവരുടെ ഫാമിലിയുടെ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കാൻ പറ്റിയില്ല. അത് പെട്രീഷ്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കേണ്ട അവസ്ഥയിലേക്ക് മാറി. ഇത് അവരുടെ കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ടായി. ഇതുവരെയും ആ വീട്ടിലുണ്ടായിരുന്ന ചെറിയ സന്തോഷം പോലും ഇപ്പോ ഇല്ല. ഇപ്പോ ദിവസങ്ങൾ പോകുന്നു, ആഴ്ചകൾ മാസങ്ങളാകുന്നു, മാസങ്ങൾ വർഷങ്ങളായി. 6 വർഷം കഴിഞ്ഞ് പെട്രീഷ്യ ശാരീരിക നില മോശമായ ഒരു ദിവസം മരിക്കുകയും ചെയ്തു. ഈ ഒരു മരണം അവരുടെ കുടുംബത്തിന് വലിയ ആഘാതമായി. ആ കുടുംബത്തിൽ ഇപ്പോൾ 2 പേർ മാത്രം, ഇസബെല്ലയും ഫിലിപ്പും മാത്രം. ഇതുവരെയും താൻ ജോലിക്ക് പോയാൽ മതി, ജോലിയിൽ നിന്നും കിട്ടുന്ന കാശ് വീട്ടിൽ കൊടുത്താൽ മതി എന്ന് പോയിക്കൊണ്ടിരുന്ന ഫിലിപ്പിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഓഫീസിൽ മാത്രമല്ല ജോലി, വീട്ടിലും ജോലികളുണ്ടായിരുന്നു. അങ്ങനെ വീടിനുള്ളിലെ ചെറിയ ചെറിയ ജോലികൾ, ഭക്ഷണം ഉണ്ടാക്കുക, വസ്ത്രങ്ങളെല്ലാം കഴുകുക, ഇസബെല്ലയെ നന്നായി നോക്കുക, സമയത്തിന് അവളെ സ്കൂളിലേക്ക് അയക്കുക, ഇങ്ങനെ എല്ലാ ജോലികളും ഫിലിപ്പ് നോക്കണം. ഈ ഒരു കാര്യം ഫിലിപ്പിന് വീണ്ടും മാനസികമായും ശാരീരികമായും ഭാരം കൊടുക്കാൻ തുടങ്ങി. ഓഫീസിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയും റെസ്റ്റ് എടുക്കാൻ നോക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യേണ്ട ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ അയാളുടെ ശരീരവും മോശമാകാൻ തുടങ്ങി, ക്ഷീണമുണ്ടാകാൻ തുടങ്ങി. ശാരീരികമായി എത്ര തന്നെ ക്ഷീണമുണ്ടായാൽ പോലും അയാൾ മകളെ നന്നായി തന്നെ നോക്കും. തൻ്റെ അസ്വസ്ഥത പുറത്തു കാണിക്കാതെ മകളെ എത്രത്തോളം സന്തോഷത്തോടു കൂടി നോക്കാൻ കഴിയുമോ അത്രത്തോളം നോക്കാൻ കഴിഞ്ഞു. അവളോട് സന്തോഷം മാത്രം കാണിക്കാൻ തുടങ്ങി. ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്നു. വീട്ടിലെ എല്ലാ ജോലികളും നോക്കി നോക്കി ഫിലിപ്പിനും അതൊരു ശീലമായി മാറി. ഇപ്പോൾ ഇസബെല്ലയ്ക്ക് 11 വയസ്സ്. ഈ സമയത്ത് ഇസബെല്ല മെച്യൂറായി. അച്ഛൻ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ജോലികളൊന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് കഴിയുന്ന ജോലികളെല്ലാം അവൾ ചെയ്യാൻ തുടങ്ങി. എത്ര തന്നെ മകൾ ചെയ്യുന്ന ഈ ഒരു ജോലികൾ ഫിലിപ്പിന് സന്തോഷം കൊടുത്താൽ പോലും അവളുടെ 11 വയസ്സിലുണ്ടായ ഒരു സംഭവം അയാളെ വല്ലാതെ തളർത്തി. അതായിരുന്നു അവൾ സ്കൂളിൽ വളരെ ലേറ്റായി വരുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ്. ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ ഫിലിപ്പ് വലിയ കാര്യമാക്കാറില്ല. കാരണം വീട്ടിൽ ഒരുപാട് ജോലി അവൾ ചെയ്തിട്ടുണ്ടാകും, ക്ഷീണത്തിൽ അവൾ ഉറങ്ങിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ക്ലാസ്സിലെത്താൻ ലേറ്റ് ആയത് എന്ന് ചിന്തിച്ചു. എന്നാൽ എത്ര തന്നെ ഇങ്ങനെയൊക്കെ വിചാരിച്ച് ആശ്വസിച്ചാൽ പോലും മറ്റൊരു ഭാഗത്ത് മകൾ സ്കൂളിൽ ലേറ്റായിട്ട് വരുന്നുവെന്ന് അടുത്തടുത്ത ദിവസങ്ങളിൽ കംപ്ലൈന്റ് വരാൻ തുടങ്ങി. വീണ്ടും ഇങ്ങനൊരു സംഭവം കേൾക്കുമ്പോൾ ഫിലിപ്പിന് തന്നെ എന്തോ ഒരു സംശയം തോന്നാൻ തുടങ്ങി. ഇനി ഇത് സാധാരണമായി എടുക്കാൻ കഴിയില്ല, ഇസബെല്ലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതിയ അയാൾ ഒരു ദിവസം രാവിലെ ഇസബെല്ല സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴത്തെയും പോലെ അവൾക്ക് ബായ് പറഞ്ഞിട്ട് സ്കൂൾ ബസ്സിൽ കയറ്റിവിടുന്നു. കയറ്റിവിട്ടതിന് ശേഷം ഓഫീസിൽ പോകുന്നത് പോലെ പോകുന്നു. എന്നാൽ ഓഫീസിൽ പോകുന്നതിന് പകരം ആ ബസ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സ്കൂൾ ബസ് ഓരോ സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും അയാൾ ശ്രദ്ധിച്ചു നോക്കുന്നു മകൾ ഇവിടെ ഇറങ്ങുന്നുണ്ടോ എന്ന്. എന്നാൽ ഇസബെല്ല ഏതൊരു സ്റ്റോപ്പിലും ഇറങ്ങിയില്ല, ബസ്സിനുള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് അയാൾക്ക് സംശയം കൂടാൻ തുടങ്ങിയത്. കാരണം ബസ്സിനുള്ളിൽ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്കൂളിൽ ലേറ്റായി പോവുക അവൾ? അങ്ങനെ ആ സ്കൂൾ ബസ്സും സ്കൂളിൽ വന്ന് നിൽക്കുന്നു. ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഇറങ്ങി, ഇസബെല്ല മാത്രം ഇറങ്ങിയില്ല. ഇത് ഫിലിപ്പിന് വലിയ ദേഷ്യമുണ്ടാക്കി. എങ്കിലും തൻ്റെ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് കാറിനുള്ളിലിരുന്നു. എപ്പോൾ ഇസബെല്ല ഇറങ്ങുമെന്ന് കാത്തിരുന്നു. എല്ലാ കുട്ടികളും ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇസബെല്ല ബസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന ഉടനെ ഇസബെല്ല എന്ന് ഉറക്കെ വിളിച്ചു. ഈ ശബ്ദം കേട്ട ഉടനെ അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. ഫിലിപ്പും വളരെ വേഗത്തിൽ ഇസബെല്ലയുടെ അടുത്ത് വന്നിട്ട് 10 മിനിറ്റ് നീ ആ സ്കൂൾ ബസ്സിനുള്ളിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചു. ഇതിന് ഇസബെല്ല ഒന്നും പറയാതെ കുനിഞ്ഞ് കരഞ്ഞുകൊണ്ട് നിന്നു. അവളുടെ കണ്ണുനീർ കണ്ടതും ഫിലിപ്പിന് വല്ലാത്തൊരു സങ്കടം തോന്നി. തൻ്റെ ദേഷ്യം കുറച്ചിട്ട് നീ എന്തിനാണ് ലേറ്റായി പോകുന്നത്? ഡ്രൈവർ കാരണമാണ് നിനക്ക് പ്രശ്നമെന്ന് ചോദിച്ചു.
ഇത് കേട്ടതും ഇസബെല്ല അതെ എന്ന് തലയാട്ടി. ഈ സമയത്ത് ഫിലിപ്പിന്റെ ദേഷ്യം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നല്ല ദേഷ്യമുണ്ട്, എങ്കിലും അതൊക്കെ അടക്കി പിടിച്ചിട്ട് അയാൾ നിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇസബെല്ല തന്റെ കെട്ടിവെച്ചിരിക്കുന്ന മുടി തന്റെ അച്ഛനായി ഫിലിപ്പിനെ നോക്കി കാണിച്ചു. ഇതാരാണ് ചെയ്തതെന്ന് ഫിലിപ്പ് ചോദിച്ചു. ഡ്രൈവറാണെന്ന് ഇസബെല്ലയും പറഞ്ഞു. അവനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫിലിപ്പ് അവിടെ നിന്ന് നടന്ന് സ്കൂൾ ബസ്സിനെ നോക്കി പോകുന്നു. ഈ സമയത്ത് ഇസബെല്ല ഫിലിപ്പിന്റെ കൈ പിടിച്ചു. നിങ്ങൾ അവരെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഫിലിപ്പിന് ദേഷ്യം കൂടി. നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ ഇസബെല്ല കരഞ്ഞുകൊണ്ട് ഫിലിപ്പിനോട് പറഞ്ഞത്, ഒരു സിംഗിൾ മദർ തൻ്റെ മക്കളെ വളർത്തുന്നത് എത്രത്തോളം കഷ്ടപ്പാടാണോ അതുപോലെ തന്നെയായിരിക്കും ഒരു സിംഗിൾ ഫാദർക്കും ഉണ്ടാവുക. അതിനാൽ ഞാൻ ഒരു പെണ്ണായി ജനിക്കാതെ ആണായി ജനിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ കുറയുമായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം എന്നെ കൊണ്ട് സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് വരാനേ കഴിഞ്ഞില്ല. കാരണം എന്തെന്ന് അച്ഛൻ എപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് അച്ഛനെ നോക്കി ചോദിച്ചു. ഇപ്പോൾ ഫിലിപ്പിന് യാതൊരു മറുപടിയുമില്ല. ഇവളെന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ഫിലിപ്പ് ചിന്തിച്ചു. അവൾക്ക് ഇത്രയൊക്കെ ദുഃഖമുണ്ടായിരുന്നോ? നിനക്ക് എന്താണ് പ്രശ്നം മോളെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇപ്പോഴാണ് ഇസബെല്ല മനസ്സ് തുറന്ന് തൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. അമ്മ മരിച്ചതിന് ശേഷം എന്നെ സ്കൂളിൽ അയക്കണം എന്നതിന് വേണ്ടി തന്നെ എനിക്ക് മുടി കെട്ടിത്തന്നാൽ ലേറ്റ് ആകും എന്ന് പറഞ്ഞ് എൻ്റെ തലമുടിയെല്ലാം അച്ഛൻ വെട്ടിക്കളഞ്ഞു. ഒരു ആൺകുട്ടിയുടെ മുടി എങ്ങനെയാണോ അതുപോലെ എൻ്റെ മുടി വെട്ടി. ഇക്കാര്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നെ കൊണ്ട് സ്കൂളിൽ ഫ്രണ്ട്സുമായി ചേർന്ന് കളിക്കാനോ ചിരിക്കാനോ സന്തോഷമായിരിക്കാനോ കഴിഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മുടി വളർന്നു. അത് കഴിഞ്ഞെങ്കിലും മറ്റ് പെൺകുട്ടികളെ പോലെ മുടി കെട്ടിയിട്ട് സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ അപ്പോഴും അച്ഛൻ, നിനക്ക് മുടി കെട്ടാൻ അറിയില്ല, എനിക്ക് മുടി കെട്ടാൻ അറിയില്ല, രണ്ടുപേരും മാറി മാറി പഠിച്ചുകൊണ്ടിരുന്നാൽ നീയും സ്കൂളിൽ ലേറ്റായി പോകും, ഞാനും ഓഫീസിൽ ലേറ്റായി പോകും, രണ്ടുപേർക്കും പ്രശ്നമാണെന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും എൻ്റെ മുടി വെട്ടി. പക്ഷെ ആ സമയം ഞാൻ അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. ഒരുപാടൊന്നും വെട്ടണ്ട, അല്പം ഒന്ന് വെട്ടിയാൽ മതിയെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അച്ഛനും ചെറുതായിട്ടൊന്ന് മാത്രമേ വെട്ടിയുള്ളൂ. അതെനിക്ക് ഒരുപാട് വേദനിച്ചില്ല എങ്കിൽ കൂടിയും ഒരല്പം സന്തോഷത്തോടു കൂടി ഞാൻ സ്കൂളിലേക്ക് പോയി. ഈ സമയത്താണ് സ്കൂൾ ബസ്സിലുള്ള ഡ്രൈവറെ കാണാൻ തുടങ്ങിയത്. അവരാണ് ട്രേസി ഡീൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ മോശമായ ആളൊന്നുമല്ല, അവരൊരു സ്ത്രീയാണ്. ഒരു ദിവസം ഞാൻ സ്കൂൾ ബസ്സിൽ നിന്നും വളരെ സങ്കടത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ ശ്രദ്ധിച്ചിട്ട് നിനക്ക് എന്താണ് പ്രശ്നമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ദുഃഖം പറയാൻ തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞ ഉടനെ ഞാൻ പറയുന്നത് കേട്ട് അവർ കരയുകയും, നിനക്കിതാണ് പ്രശ്നം, ഈ പ്രശ്നം ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞ് ആദ്യം എൻ്റെ മുടിയിലുണ്ടായിരുന്ന ജടയെല്ലാം മാറ്റി എൻ്റെ മുടി മനോഹരമായി കെട്ടിത്തന്നു. അങ്ങനെ കഴിഞ്ഞ 2 ആഴ്ച ഞാൻ ഒരു 10 മിനിറ്റുകൾ സ്കൂളിൽ ലേറ്റായി പോകാൻ തുടങ്ങി. അവരെനിക്ക് മുടി കെട്ടിത്തരുന്ന സമയമായിരുന്നു അത്. ഈ ഒരു കംപ്ലൈൻ്റാണ് അച്ഛന് വരാൻ തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ മുടി കെട്ടിവയ്ക്കാൻ കഴിയുന്നത്രയായി. എനിക്കും മുടി കെട്ടാൻ അറിയാമെന്ന് പറഞ്ഞു. ഇനി ഞാൻ സ്കൂളിൽ ലേറ്റായി പോകാൻ സാധ്യതയില്ല. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് കരുതുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ടതും ഫിലിപ്പിന് തന്നെ വല്ലാത്ത ദുഃഖം തോന്നി. സാധാരണ ഒരു തലമുടി എന്ന് കരുതിയാണ് ഞാനത് വെട്ടിയത്. പക്ഷെ അത് അവൾക്ക് അത്രത്തോളം വേദന കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നല്ലോ. ഇവിടെ സോറി ചോദിക്കേണ്ടത് ഇസബെല്ലയല്ല, ഞാൻ തന്നെയാണ്. ഇങ്ങനെ ഇസബെല്ലയോട് ഫിലിപ്പ് മുട്ടുകുത്തി ക്ഷമ ചോദിച്ചു. മാത്രമല്ല ബസ് ഡ്രൈവറോട് ചെന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവരുടെ ഭാഗത്തുള്ള ഒരു കഥയും ഇയാൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതാണ്, ഇവർക്കും ഒരു കാലത്ത് ക്യാൻസർ ഉണ്ടായിരുന്നു. എന്നാൽ ഭാഗ്യത്തിന് ഇപ്പോൾ അവർക്ക് ക്യാൻസർ ഇല്ല. എന്നാൽ ഇക്കാര്യം കൊണ്ടാണ് ഇസബെല്ലയുടെ അമ്മ മരിച്ചു എന്നുള്ളത് കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത ദുഃഖം തോന്നുകയും ഇസബെല്ലയെ സഹായിക്കാൻ തുടങ്ങിയത്. അതായത് ഇസബെല്ലയുടെ അമ്മ ജീവനോടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഇവർ ചെയ്യാൻ തുടങ്ങി. ഇസബെല്ലയ്ക്ക് മാത്രമാണോ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തൻ്റെ ബസ്സിൽ വരുന്ന എല്ലാവർക്കും സ്നേഹം കാണിക്കും, സഹായം കൊടുക്കും. ട്രേസി പറഞ്ഞ ഇക്കാര്യങ്ങളും ഫിലിപ്പിനെ വല്ലാതെ ദുഃഖപ്പെടുത്തി. ഇപ്പോൾ ഫിലിപ്പ് ട്രേസിയോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എത്ര തന്നെ ഫിലിപ്പ് താങ്ക്സ് പറഞ്ഞാലും ഈ ഒരു കഥ ഇവിടെ അവസാനിച്ചില്ല. അതിനുശേഷം ഈ ഒരു ചെറിയ കഥ സിറ്റി മുഴുവനും സ്പ്രെഡാകാൻ തുടങ്ങി. മാത്രമല്ലാതെ ട്രേസിയോടുള്ള ബഹുമാനം എല്ലാവർക്കും കൂടാൻ തുടങ്ങി. ഈ ഒരു സംഭവം മീഡിയ വരെ എത്തി. ഉടനെ എല്ലാ മീഡിയാസും ചേർന്ന് ട്രേസിയെ ഇന്റർവ്യൂ എടുക്കുന്നു. അവരോട് ചോദിച്ചത്, എങ്ങനെ നിങ്ങളെ കൊണ്ട് മാത്രം എല്ലാ കുട്ടികളോടും ഇത്ര സ്നേഹമായി പെരുമാറാൻ കഴിയുന്നു എന്ന്, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നു എന്ന് ചോദിച്ചു. അതിന് ട്രേസി പറഞ്ഞ ഒരേ ഒരു മറുപടി, എൻ്റെ അമ്മ എനിക്ക് എന്താണോ പറഞ്ഞു തന്നത്, എൻ്റെ അമ്മ എന്നെ എങ്ങനെയാണോ നോക്കിയത്, അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായമായാലും മറ്റുള്ളവർക്കത് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക. വളരെ പ്രധാനമായി ഒരു കുഞ്ഞിന് സഹായം ആവശ്യമാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ആ കുഞ്ഞിന് സഹായിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന സഹായം ചെറുതാണെങ്കിൽ പോലും അത് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുമെന്ന് എൻ്റെ അമ്മ പഠിപ്പിച്ചു. അത് തന്നെയാണ് ഞാൻ ഇസബെല്ലയ്ക്കും ചെയ്തത്. ഞാൻ അവൾക്ക് മുടി കെട്ടിക്കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ, പക്ഷെ അതവൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു. ഇതുപോലെ നിങ്ങളും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സഹായം ചെയ്യുക എന്ന് പറഞ്ഞ് അവരോടൊന്നും പോകുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം.
നമ്മളും ഇതുപോലെ ഒരുപാട് സഹായം ചെയ്യുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായമാണെങ്കിൽ അടുത്ത സെക്കൻഡ് ഒന്നും തന്നെ ചിന്തിക്കാതെ ആ സഹായം ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒരുപാട് പേർ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.